ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലമല്ല. സാധാരണ നമ്മൾ കേട്ടിട്ട് ഒരു തരത്തിലുള്ള കേൾവിയുമില്ലാത്ത ശീലങ്ങളാണ് ധർമ്മസ്ഥലയിലുള്ളത്. എന്തൊരു വിധേയത്വമാണെന്നറിയാമോ അവിടെയുള്ള മനുഷ്യർക്ക്, അവിടെയുള്ള ശക്തി കേന്ദ്രങ്ങളോട്. അവിടെ പോയി അങ്ങനെ പിടിച്ചു നിൽക്കുക, അവിടെ നിന്ന് സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യാൻ പോലും മാധ്യമങ്ങളെ അനുവദിക്കുന്നില്ല. വലിയ ഗ്യാങ്ങും സംഘവും ധർമ്മസ്ഥലയിൽ അരങ്ങുവാഴുന്നുണ്ട്. ദുരൂഹമാണ് അവിടുത്തെ രീതികളെല്ലാം തന്നെ. മഞ്ജുനാഥ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തന്മാർ ഭക്തിയോടുകൂടി അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അതൊഴിച്ചു നിർത്തിയാൽ അവിടെയുള്ള പല ഇടപാടുകളിലും ദുരൂഹതയുണ്ട്. ധർമ്മസ്ഥലയിലെ കൊലപാതകങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ മലയാളിയായ KJ ജോയിയുടെ മരണം കൊലപാതകമാണെന്ന ആരോപണവുമായി മകൻ അനീഷ് ഇന്നലെ രംഗത്തെത്തി. ഭൂമി തട്ടിയെടുക്കാൻ അച്ഛനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് അനീഷ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. സാക്ഷിമൊഴി പോലും കണക്കിലെടുക്കാതെ പോലീസ് തെളിവുകൾ നശിപ്പിച്ചുവെന്നും അനീഷ് പറഞ്ഞു. പോലീസിന്റെ കൃത്യവിലോപത്തിന്റെ മറ്റൊരു ദൃക്സാക്ഷി കേൾക്കാം. ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ വെളിപ്പെടുത്തലുകൾ വന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ അവിടെ നടന്ന സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായി പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ ഒരു മലയാളി ബന്ധമുള്ള ആൾ കൂടി, അനീഷ് എന്നാണ് പേര്, അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരവസ്ഥ? സാറേ, ഞാൻ ധർമ്മസ്ഥലത്ത് കുളിഞ്ചലോടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ചു വളർന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ വല്യപ്പനൊക്കെ ആയിട്ട് ഒരു 60 വർഷം മുമ്പ് കേരളത്തിൽ നിന്ന് കുടികേറി പാർത്ത ആൾക്കാരാണ്. അങ്ങനെ അവിടെ ആദ്യം ലെമൺ ഗ്രാസ് ആയിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് കശുവണ്ടി തുടങ്ങി കൃഷി നടത്തി. പിന്നെ റബ്ബർ നട്ടതിൻ്റെ അകത്ത് അങ്ങനെ എല്ലാ കൃഷിയും കാര്യങ്ങളെല്ലാം ആയി, കുറച്ച് പുരോഗമനമെല്ലാം ആയി. അങ്ങനെയെല്ലാം ആയിരിക്കുന്ന സമയത്താണ് ഈ ധർമ്മസ്ഥലത്തെ വീരേന്ദ്രയുടേക്ക് നമ്മുടെ സ്ഥലത്തിൻ്റെ മുകളിൽ നോട്ടം വരുന്നത്. ഈ സ്ഥലം നമുക്ക് വേണം. എൻ്റെ വലിയപ്പൻ പറഞ്ഞില്ല, സ്ഥലം ഞാൻ തിരികയില്ല, ഒരു കാരണവശാലും ഞാൻ സ്ഥലം തിരികയില്ല. കാരണം എനിക്ക് മക്കളുണ്ട്. നിങ്ങൾ എന്നെ കൊന്നാലും എൻ്റെ മക്കളിത് മുമ്പോട്ട് നോക്കിയോളും. അന്ന് ആ സമയത്ത് ആദ്യമൊക്കെ ഇവർ ഭീഷണിയുടെ സ്വരത്തിൽ വന്നുകൊണ്ടിരുന്നവർ, ഇവർ മെല്ലെ ഒരു സുഭാഷ് എന്ന് പറഞ്ഞ ഒരാൾ നേരിട്ട് പപ്പാടെ അടുത്ത് വരുന്നു. നിങ്ങൾ സ്ഥലം വിൽക്കുന്നോ എന്ന് ചോദിക്കുന്നു. അത് 25 ഏക്കർ സ്ഥലം അന്ന് കച്ചവടമായി, വിലയ്ക്ക് 21 ലക്ഷത്തിന് കച്ചവടമായി പറഞ്ഞു. ലാസ്റ്റ് അത് പിന്നെ അത് വെട്ടി കുറച്ച് വെറും 18 ലക്ഷം രൂപയ്ക്ക് അത് കച്ചവടമാകുന്നു. എൻ്റെ പപ്പയ്ക്ക് ഇവിടെ ഹോട്ടലും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്ന കാരണം ഞങ്ങൾ ബെൽത്തങ്ങാടി തന്നെ, ഈ അടുത്ത് തന്നെ ബെൽത്തങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ വീടും മേടിച്ച് ഞങ്ങൾ അവിടെ തന്നെ താമസം തുടങ്ങി. ഇത് എന്തായെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് 20 വർഷമായപ്പം സ്ഥലം അവിടെ ആ 20 ഏക്കർ കിടന്ന സ്ഥലം പപ്പയുടെ ചേട്ടനനിയമ്മയുടെ പേരിൽ ഡോക്യുമെൻ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ആവുമോ? അത് ആയി. ഈ സംഭവം ഇവരറിഞ്ഞു, ഡോക്യുമെൻ്റ് ആയി. അന്ന് ഇവരൊരു ചെറിയൊരു വാർണിംഗ് എൻ്റെ പപ്പായ്ക്ക് കൊടുത്തായിരുന്നു. എൻ്റെ പപ്പായാണ് ഇതിൻ്റെ ഡീലിങ്സ് മൊത്തം നടത്തിയേക്കുന്നത്. വാർണിംഗ് കൊടുത്തായിരുന്നു. ഇത് എന്ന് ഡോക്യുമെൻറ്റ്സ് ആവുന്നു അന്ന് അവരെല്ലാവരെയും കൊണ്ടുവന്ന് എഴുതി തരണം. അപ്പോൾ ഇത് 20 വർഷം കഴിഞ്ഞത്തേന് ഇതിന് അവിടെ പിന്നെയും പുരോഗമനം കാര്യങ്ങളെല്ലാം വന്നു. ഈ സ്ഥലം എഴുതി തരണം എന്ന് പറഞ്ഞ് എൻ്റെ പപ്പായെ പിന്നെ ഇതേ സുഭാഷ് തന്നെയാണ് ടോർച്ചർ ചെയ്യുന്നത്. ഡോക്യുമെൻറ്റ്സ് പേപ്പറുകളെല്ലാം നമ്മുടെ കയ്യിലല്ലേ, നമ്മൾ അതിനൊരു ലോൺ എടുക്കാം. പപ്പ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. പപ്പ ബാങ്കിനെ സമീപിച്ചു. ആ ബാങ്കിലുണ്ടായിരുന്ന സ്റ്റാഫ് ഇവരുടെ ആൾക്കാരായിരുന്നു. അവർ ഡയറക്റ്റ് ഇൻഫർമേഷൻ കൊടുത്തു, KJ ജോയി ധർമ്മസ്ഥലത്ത് ഇന്ന സ്ഥലത്തിന് ലോൺ എടുക്കാൻ വന്നിട്ടുണ്ട്. അവിടെയാണ് കഥകൾ മൊത്തം മാറുന്നത്. ഇവരെന്തായി അന്നേരത്തേനും ഇതിനകത്ത് വേറെ ആരും ഇതിനകത്ത് കോൺടാക്ട് ചെയ്യുന്നില്ല. പപ്പയെ കോൺടാക്ട് ചെയ്തത് മൊത്തം സുഭാഷാണ്. നീ ലോൺ എടുക്കാൻ പോയല്ലേ, മര്യാദയ്ക്ക് വന്ന് എഴുതി തന്നോണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ലോൺ കിട്ടിയില്ല. പിന്നെ പപ്പ എന്താക്കി ലോണിൻ്റെ മാറ്റർ അവിടെ തന്നെ ക്ലോസ് ചെയ്തു. പിന്നെ പപ്പ അതിൻ്റെ ലോണിൻ്റെ പുറകെ പോയിട്ടില്ല. എൻ്റെ പപ്പ ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മുൻകൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, മുൻകൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു തളർവാദ രോഗിനെ ചികിത്സിക്കാൻ പോയതാണ്. ഒരു വാദമായിട്ട് ഒരു സൈഡ് തളർന്നു പോയതാണ്. ചികിത്സിച്ച് അവിടുന്ന് കുറച്ച് പൈസയും കിട്ടാനുണ്ട്. ആ പൈസയും മേടിച്ചിട്ട് പപ്പയുടെ ബൈക്ക്, ഹോണ്ട ഷൈൻ ബൈക്കിൽ വരുന്ന സമയത്ത് പുറകിൽ നിന്ന് ഒരു വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചു. അവിടെ ഒരു പെൺകുട്ടി കണ്ടതാണ് ഇത് സംഭവം, വിറ്റ്നസ് ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി പറഞ്ഞതാണ്, ഒരു നീല പടുത കെട്ടിയ വണ്ടി ഇടിച്ചിട്ട് അവിടുന്ന് തിരിച്ചു പോയി. അത് ചെറിയൊരു ഇറക്കം പോലെയാണ് സ്ഥലം. തിരിച്ചു പോയി. പപ്പ റോഡിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ടായിരുന്നു. ഈ പെൺകുട്ടി പറഞ്ഞതാണ്. ആ പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ്, ആ ടൈമിങ്സ് വെച്ച് ബെളുവായി എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്, അവിടെ CC ക്യാമറയുണ്ട്. ആ CC ക്യാമറ ഫുട്ടേജ് ഇവരെടുത്തു, പോലീസുകാർ എടുത്തപ്പോൾ കൃത്യം എന്താ ശരി തന്നെ അവൾ പറഞ്ഞു തന്നെ. പപ്പ പാസ്സായി. പപ്പയുടെ പുറകെ നീല പടുത വണ്ടി വന്നു. ഈ പോലീസുകാർ ഈ നീല പടുതയുടെ വണ്ടി സ്റ്റേഷനിൽ കൊണ്ട് രണ്ട് ദിവസം സ്റ്റേഷനിൽ കൊണ്ടേ വെച്ചു. മൂടുബിദ്രി സ്റ്റേഷനിൽ 2 ദിവസം കൊണ്ടേ വെച്ച് ഇവർ. എന്നിട്ട് ആ വണ്ടി അവിടുന്ന് വെറുതെ വിട്ടു, തിരിച്ച് പറഞ്ഞു വിട്ടു അവർ. അത് അവിടെ തന്നെ മൂടുബിദ്രി തന്നെയുള്ള ഒരു മെയിനായിട്ടുള്ള ഒരാളുടെ ഒരു വണ്ടി അതും ഇവർക്ക് ധർമ്മസ്ഥലക്കാർക്ക് വേണ്ടിയിട്ട് കോണ്ടാക്റ്റുള്ള ഒരാളാണ്, വ്യക്തിയാണ്. ഇപ്പോൾ ഈ കേസ് റീഓപ്പൺ ചെയ്യണം എന്നാവശ്യപ്പെട്ട് പോലീസിനെയോ കോടതിയൊക്കെ സമീപിക്കും? ഇല്ല, തീർച്ചയായിട്ടും ഞാനിത് ഹൈക്കോടതി ഞാനിത് കേസ് ഫയൽ ചെയ്യും. എൻ്റെ പപ്പയുടെ ആക്സിഡൻറ്റ് കേസ് ഞാൻ റീഓപ്പൺ ചെയ്യിക്കും. ഞാൻ
വീഡിയോ ജേർണലിസ്റ്റ് വിനീഷോളോണയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, ധർമ്മസ്ഥല. ദീപക് മലയമ്മയുണ്ട്. ദീപക്, ഇതിൽ ഈ കേസ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വരുന്നത്. അതുവരെ ഇവർക്കൊക്കെ ഭയമായിരുന്നു. നമ്മൾ കരുതുന്നത് പോലെയുള്ളൊരു സ്ഥലമേ അല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമാണോ എന്നുപോലും സംശയിക്കുന്ന തരത്തിലാണ് അവിടെയുള്ള പല ആളുകളുടെയും പെരുമാറ്റം. എന്തായാലും ഈ ജോയിയുടെ മകൻ തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകുമെന്നാണ് അറിയുന്നത്. പ്രത്യേക സംഘം ഉടൻ അന്വേഷണം തുടങ്ങുമെന്നും കേൾക്കുന്നുണ്ട്. SIT 20 വർഷം മുമ്പ് വരെയുള്ള കേസുകൾ അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. ഇത് ആത്മാർത്ഥമായൊരു അന്വേഷണം ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ ദീപക് മലയമ്മ? കാരണം തുടക്കത്തിലൊക്കെ പോലീസ് സ്വീകരിച്ച നിസ്സംഗമായ നിലപാട്, ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിസ്സംഗമായ നിലപാട്, ഈ പറയുന്ന മാഫിയ സംഘങ്ങൾക്ക് വഴങ്ങി വിധേയത്വത്തോടുകൂടി നിൽക്കുന്ന അധികാര ഘടനകൾ, അതുകൊണ്ട് തന്നെ ഈ SIT അന്വേഷണം നീതിപൂർവമാകാനുള്ള സാധ്യതയുണ്ടോ? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഇത് നീതിപൂർവമാകും എന്ന് തന്നെയാണ് നിലവിൽ ഈ ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത്. കാരണം പ്രണവ് മൊഹന്തി എന്ന് പറയുന്നത് ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ വളരെ ഗുഡായിട്ടുള്ള ഒരു സർവീസ് ഉള്ള ആളാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പമുള്ള മറ്റ് IPS ഓഫീസേഴ്സ് ഒക്കെ തന്നെ വളരെ സ്റ്റേണായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് റിസൾട്ടിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ പൂർണ്ണമായും വെച്ച് പുലർത്തുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനിയിപ്പോൾ SIT ഫോർമേഷൻ നടന്നതിന് പിന്നാലെ അവരുടെ യോഗങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി ഉൾപ്പെടെ വീണ്ടും വിശദമായി പരിശോധിക്കുകയും അതിനുശേഷം പിന്നീട് ഈ സ്ഥലത്തേക്ക് എത്തി പരിശോധനകളിലേക്കൊക്കെ കടക്കുകയും ചെയ്യുക. ഇപ്പോൾ നമ്മൾ കാണിച്ച അനീഷിൻ്റെ കാര്യം കൂടി പറയേണ്ടതുണ്ട്. കാരണം അനീഷ് ഇവിടെ ജനിച്ചു വളർന്നയാളാണ്. അനീഷിൻ്റെ ഫാദറും അവരുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ ഈ മേഖലയിൽ ജീവിച്ചവരാണ്. പക്ഷേ അവരുടെ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ആരോപണമായി ഇപ്പോൾ അനീഷ് ഉന്നയിക്കുന്നത്. സ്വന്തം അച്ഛനെ വാഹനം ഇടിപ്പിച്ച് കൊന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. ആ കാര്യത്തിൽ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ അനീഷ് ഇന്ന് പോവുകയാണ്, അവിടെ പരാതി നൽകുകയാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ നടന്നിരിക്കുന്ന സംഭവ വികാസങ്ങളിലെല്ലാം തന്നെ കൃത്യമായ പരിശോധന ഈ SIT ടീം നടത്തും എന്നുള്ളതാണ് സർക്കാർ തന്നെ ആ ഉത്തരവിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ 2018 നടന്ന ഈ സംഭവം അത് മൂടുബിദ്രി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്, ബെലുവായിലാണ്. സ്വാഭാവികമായും അതിലേക്കും അന്വേഷണം വരേണ്ടി വരും. അങ്ങനെ കണ്ണികളായി ഓരോ സംഭവങ്ങളും പുറത്തേക്ക് വരും. അതിൻ്റെ സത്യം തിരിച്ചറിയാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ധർമ്മസ്ഥലയിൽ ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നതും.